അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഒരുപാട് പേർ അറിയാൻ ആഗ്രഹിക്കുന്നതും നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ ഒരു വിഷയത്തെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. അതായത് യാത്രകളിലെ നിസ്കാരം അല്ലെങ്കിൽ യാത്രക്കാരുടെ നിസ്കാരം. നിസ്കാരം ജംഉം കസറുമാക്കുന്നതിൻ്റെ കൃത്യമായ രൂപവും നിയമങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഏറ്റവും ലളിതമായി ഈ വിഷയത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് ഇന്ന് അവതരിപ്പിച്ചു തരും. ഈ വീഡിയോ ഒരു തവണ കണ്ടാൾക്ക് തന്നെ കൃത്യമായി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു പ്രാക്ടിക്കൽ മോഡലിലാണ് ജംഉ കസർ എന്ന് പറയുന്ന ഈ വിഷയത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരുന്നത്. മറ്റൊന്ന്, പലപ്പോഴും എന്നോട് യൂട്യൂബ് വീഡിയോ കാണാതെ പല ആളുകളും സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും വീഡിയോകളിൽ പറഞ്ഞു പോയത് തന്നെയായിരിക്കും. എന്നാൽ അതൊന്നും കേൾക്കാതെ അല്ലെങ്കിൽ കേൾക്കാൻ മനസ്സ് കാണിക്കാതെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. പ്ലീസ്, നിങ്ങൾ അങ്ങനെ നിൽക്കരുത്. നിങ്ങൾക്ക് ഇതുപോലെ കേൾക്കാൻ പറ്റുന്നില്ല എങ്കിൽ 1.5x ഇട്ടിട്ടോ 2x ഇട്ടിട്ടോ നിങ്ങൾ ആദ്യം വീഡിയോ കാണുക. വീഡിയോ കണ്ടാൽ നിങ്ങളുടെ ഏകദേശം എല്ലാ സംശയങ്ങളും മാറിക്കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായാലും ഏറ്റവും ലളിതമായി കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചു തരും. വേറൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധമായ ചെറിയ പെരുന്നാളൊക്കെ കഴിഞ്ഞ വേളയിലാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് പേർ ഫാമിലി ആയിട്ടോ സുഹൃത്തുക്കളായിട്ടോ അല്ലെങ്കിൽ തനിച്ചായിട്ടോ വ്യത്യസ്ത നാടുകളിലേക്ക് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. അത് ട്രെയിനിലൂടെ യാത്ര പോകുന്നവരുണ്ടാകും, ഫ്ലൈറ്റിലൂടെ യാത്ര പോകുന്നവരുണ്ടാകും, ബസ് വഴി യാത്ര പോകുന്നവരുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കാറിലോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ സംഘടിപ്പിച്ചു യാത്ര പോകുന്നവരുണ്ടാകും. ഓരോ സമയങ്ങളിലും എങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് എന്നുള്ള വിഷയമൊക്കെ ഈ വീഡിയോയിൽ കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കൃത്യമായി ശ്രദ്ധിച്ചു കേട്ടിരുന്നാൽ മാത്രം മതി. മാത്രമല്ല, നമ്മൾ ഇനി യാത്ര പോകുകയാണെങ്കിലും അല്ല എങ്കിലും മറ്റു ഒരു സമയങ്ങളിലും നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. സാധാരണഗതിയിൽ കൃത്യമായി നിസ്കരിക്കുന്ന ഒരുപാട് പേർ, പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിലെ സ്ത്രീകളൊക്കെ പലപ്പോഴും യാത്രകളിൽ നിസ്കാരം ഒഴിവാക്കാറുണ്ട്. കാരണം അവരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ജംഉ കസർ എന്ന് പറയുന്ന ഈ വിഷയത്തെ പറ്റി മനസ്സിലാക്കാൻ ഒരൽപ്പം പ്രയാസമുള്ള കാര്യമാണ്, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ളതൊക്കെയാണ്. ബുദ്ധിമുട്ടുള്ള കാര്യമോ പ്രയാസമുള്ള കാര്യമോ ഒന്നുമല്ല. നിങ്ങൾ നിസ്കരിക്കുന്ന ഒരു മുസ്ലിം വിശ്വാസിയാണോ എങ്കിൽ ഏറ്റവും ലളിതമായിട്ട് ഈ വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രത്തോളം ലളിതമായി കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചു തരാം. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആദ്യം ഞാൻ നിങ്ങളോട് ഈ ജംഉ കസർ നിസ്കാരത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ പറഞ്ഞു തരും. അതിനുശേഷം ഇതിൻ്റെ കൃത്യമായ രൂപം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അതിനുശേഷം ബസ്സിൽ എങ്ങനെ നിസ്കരിക്കണം, ട്രെയിനിൽ എങ്ങനെ നിസ്കരിക്കണം, ഫ്ലൈറ്റിൽ എങ്ങനെ നിസ്കരിക്കണം എന്നുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു തരും. കൃത്യമായി ശ്രദ്ധിച്ചു കേട്ടിരുന്നാൽ മാത്രം മതി. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വിഷയം, യാത്രകളിൽ നമുക്ക് അനുവദിച്ചു നൽകിയ വലിയൊരു ഇളവാണ്, ഇസ്ലാം നമുക്ക് അനുവദിച്ചു നൽകിയ വലിയൊരു ഇളവാണ് ജംഉ കസർ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തെപ്പറ്റി മനസ്സിലാക്കുകയും ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്തുകയും വേണം. രണ്ടാമത്തെ കാര്യം, ഈ ജംഉ കസർ എന്ന് പറയുന്നത് അനുവദനീയമായ യാത്രകളിലാണ് പറ്റുക. അങ്ങനെയാകുമ്പോൾ ഹറാമായ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുകയാണെങ്കിൽ അത് പറ്റൂല. ഉദാഹരണം പറയുകയാണെങ്കിൽ വ്യഭിചാരത്തിന് വേണ്ടി അല്ലെങ്കിൽ മദ്യപാനത്തിന് വേണ്ടി യാത്ര പോവുകയാണ്, അത് ഹറാമായ കാര്യങ്ങളാണ്. അത്തരം യാത്രകളിലൊന്നും ഇത് പറ്റൂല. അനുവദനീയമായ യാത്രകളായിരിക്കണം. അങ്ങനെയാവുമ്പോൾ അനുവദനീയമായ വിനോദങ്ങളാവാം, അല്ലെങ്കിൽ ജോലി ആവശ്യങ്ങൾക്ക് പഠനാവശ്യങ്ങൾക്കൊക്കെ യാത്രയാകാം, അല്ലെങ്കിൽ സിയാറത്ത് യാത്രകൾ, ഇതുപോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഏത് യാത്രകളും പറ്റും. ഇപ്പോൾ ഒരാൾ വിനോദ നിലക്ക് അല്ലെങ്കിൽ ഒരു ടൂറ് പോവാണ് ഫാമിലി ആയിട്ട് സുഹൃത്തുക്കളായിട്ടൊക്കെ, അത് അനുവദനീയമായ മാർഗത്തിൽ ഉള്ള സന്തോഷങ്ങൾ അനുഭവിക്കാനുള്ള യാത്രകളാണ്. അങ്ങനെ അനുവദനീയമായ മാർഗത്തിലുള്ള കസറുമാക്കാൻ പറ്റും. ആവശ്യം മനസ്സിലാക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, യാത്ര എന്ന് പറയുമ്പോൾ ഈ ജംഉ കസറുമാക്കാൻ പറ്റുന്ന ഒരു ദൂരം അത് എത്ര വേണം എന്നുള്ളതാണ്. അവിടെ 2 മർഹല നമ്മൾ യാത്ര ഉദ്ദേശിച്ചിരിക്കണം എന്നുള്ളതാണ്. 2 മർഹല എന്ന് പറയുമ്പോൾ ഏകദേശം 132 കിലോമീറ്റർ. അപ്പോൾ 132 കിലോമീറ്റർ യാത്ര ഉദ്ദേശിച്ച് നമ്മൾ പുറപ്പെടണം എന്നുള്ളതാണ്. 132 കിലോമീറ്റർ യാത്ര ഉദ്ദേശിച്ച് നമ്മൾ പുറപ്പെടണം. അത് 132 കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ എത്തണമെന്നില്ല. ഉദാഹരണം പറയാം, എൻ്റെ വീട് കാസർഗോഡാണ്. കാസർഗോഡ് ഗോളിയടുക്ക, അതായത് ബദിയടുക്ക ഭാഗത്ത് ഗോളിയടുക്ക എന്ന് പറയുന്ന പ്രദേശത്താണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊരു യാത്ര ഉദ്ദേശിക്കുന്നു കോഴിക്കോട്ടേക്ക്. 132 കിലോമീറ്റർ അവിടെയുണ്ട്, 132 കിലോമീറ്ററിന് കൂടുതലുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ യാത്ര ഞാൻ ഉദ്ദേശിച്ച് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു.
എന്നിട്ട് എൻ്റെ വീട് ഉൾക്കൊള്ളുന്ന ഈ നാടിൻ്റെ പരിധി വിട്ട് കടന്നതിന് ശേഷം എനിക്ക് നിസ്കരിക്കാം. അതായത് നമ്മൾ യാത്ര തുടങ്ങുന്ന ആ സ്ഥലത്തിൻ്റെ നാടിൻ്റെ പരിധി വിട്ട് കടന്നതിന് ശേഷം നമുക്ക് നിസ്കരിക്കാം. അത് കോഴിക്കോട്ടേക്ക് നമ്മൾ സഞ്ചരിച്ചെത്തണമെന്നില്ല. അപ്പോൾ എനിക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ നാടിൻ്റെ പരിധി വിട്ട് കടന്നതിന് ശേഷം നമുക്ക് സൗകര്യമായ ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് നിസ്കരിക്കാം. പക്ഷേ 132 കിലോമീറ്ററോ അതിലധികമോ യാത്ര ഉദ്ദേശിച്ച് നമ്മൾ പുറപ്പെട്ടവരായിരിക്കണം. ആ വിഷയം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതേപോലെ നമ്മൾ മനസ്സിലാക്കാം, നമ്മൾ തിരിച്ച് ഞാൻ രാവിലെ കോഴിക്കോട് പോയി വൈകുന്നേരം തിരിച്ചു വരാണെങ്കിൽ ഞാൻ എൻ്റെ വീട് ഉൾക്കൊള്ളുന്ന ഈ നാടിൻ്റെ പരിധി ഉണ്ടല്ലോ, ഈ നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ നിസ്കരിക്കണം. അത് ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് എവിടെയാണോ സൗകര്യമുള്ളത് അവിടെ വെച്ച് നമ്മൾ നിസ്കരിക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിയാൽ ഈ ജമ്മു കസറുമാക്കാനുള്ള ഓപ്ഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ആവശ്യം കൂടി മനസ്സിലാക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ ഒരിടത്തേക്ക് യാത്ര പോയി 4 ദിവസത്തിലധികം അവിടെ താമസിക്കുകയാണെങ്കിൽ നമുക്ക് ആ യാത്ര പോകുന്ന ഘട്ടത്തിൽ മാത്രമാണ് ജമ്മു കസറാക്കാൻ പറ്റുക. ഉദാഹരണം, നമ്മൾ അജ്മീറിലേക്ക് യാത്ര പോവാണ്. അജ്മീറിൽ യാത്ര പോയിട്ട് ഒരാഴ്ച അവിടെ താമസിക്കാനാണ് നമ്മുടെ പ്ലാൻ, എന്നിട്ട് തിരിച്ചു വരാനാണ് നമ്മുടെ പ്ലാൻ എങ്കിൽ നമുക്ക് ഈ യാത്ര പോകുന്ന ഘട്ടത്തിൽ ജമ്മു കസറുമാക്കാം, തിരിച്ചു വരുന്ന ഘട്ടത്തിലും ജമ്മു കസറാക്കാം. അതേ സമയത്ത് ഒരാഴ്ച അവിടെ താമസിക്കുമല്ലോ, ആ സമയങ്ങളിൽ നമുക്ക് ജമ്മു കസറുമാക്കാൻ പറ്റൂല. ആവശ്യം നമ്മൾ മനസ്സിലാക്കാം. അതേപോലെ നമ്മൾ 4 ദിവസം ഒന്നും താമസിക്കൂല. നമ്മൾ വേറൊരാൾ അജ്മീർ പോയി തിരിച്ചു വരാനാണ് പ്ലാൻ. 2 ദിവസം മാത്രമേ അയാൾ താമസിക്കാൻ പ്ലാനുള്ളൂ. 2 ദിവസം കഴിഞ്ഞ് അയാൾ തിരിച്ചു വരും. അങ്ങനെയാകുമ്പോൾ അയാൾക്ക് ആ 2 ദിവസം അവിടെ താമസിക്കുന്ന സമയങ്ങളിലും ജമ്മു കസറുമാക്കാൻ പറ്റും. അപ്പം 4 ദിവസത്തിലധികം താമസിക്കുകയാണെങ്കിൽ അവിടെ ജമ്മു കസറാക്കാൻ പറ്റൂല. ഇപ്പം 2 ദിവസമൊക്കെ താമസിക്കുകയാണെങ്കിൽ 3 ദിവസം താമസിക്കുകയാണെങ്കിൽ അവിടെ ആ താമസിക്കുന്ന സമയങ്ങളിലും ജമ്മു കസറുമാക്കാൻ പറ്റും. ആവശ്യം കൂടി മനസ്സിലാക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വിഷയം, നമ്മൾ ഒരിടത്തേക്ക് യാത്ര പോയി അവിടെ നിന്ന് ഒരു പേപ്പറോ മറ്റെന്തെങ്കിലും റെഡിയാക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ നാളെ തന്നെ തിരിച്ചു മടങ്ങുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതായത് ഈ പേപ്പർ എനിക്ക് തന്നെ ശരിയാവും, നാളെ തന്നെ തിരിച്ചു മടങ്ങുമെന്നാണ് പ്രതീക്ഷ. പക്ഷെ അത് ശരിയാവുന്നേയില്ല. ഉദാഹരണം പറയാം, ഞാൻ ഡൽഹിയിലേക്ക് പോയി, എൻ്റെ ഒരു പേപ്പർ ശരിയാക്കാനുണ്ടായി. പക്ഷേ എനിക്ക് ഇതിപ്പോൾ തന്നെ ശരിയായി, ഞാൻ നാളെ തന്നെ തിരിച്ചു മടങ്ങുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ അവിടെ നിന്ന് പറഞ്ഞു ഇന്ന് ശരിയാവില്ല, നാളെ ശരിയാവും. അങ്ങനെ നാളെ ആയപ്പോൾ അവർ പറഞ്ഞു ഇന്ന് ശരിയാവില്ല, വീണ്ടും നാളെ ശരിയാവും. അപ്പം നാളെ 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 എന്ന പ്രതീക്ഷയിൽ അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ആവുന്ന സാഹചര്യങ്ങളിൽ 18 ദിവസങ്ങൾ വരെ അവർക്ക് അവിടെ ജംഉം കസറുമാക്കാൻ പറ്റും. ആവശ്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ മടങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അങ്ങനെ കാത്തിരിക്കുകയാണെങ്കിൽ 18 ദിവസങ്ങൾ വരെ അവിടെ ജംഉം കസറുമാക്കാൻ പറ്റും. ആവശ്യം കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട നിയമങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി എങ്ങനെയാണ് ജം ആക്കേണ്ടത്, എങ്ങനെയാണ് കസറാക്കേണ്ടത് എന്നുള്ള വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ജം എന്ന് പറഞ്ഞാലും കസർ എന്ന് പറഞ്ഞാലും രണ്ടും രണ്ടാണ്, ഒന്നല്ല. രണ്ടും രണ്ടാണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ജം? ജം എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരത്തെ മറ്റൊരു നിസ്കാരത്തിൻ്റെ സമയത്തിൽ നിർവഹിക്കുന്നതിനാണ് ജം എന്ന് പറയാം. അപ്പോൾ ജം ആക്കാൻ പറ്റുന്ന നിസ്കാരങ്ങൾ ഒന്ന് ലുഹറും അസറും. അപ്പോൾ ലുഹർ നിസ്കാരത്തെ അസറിൻ്റെ സമയത്ത് നിർവഹിക്കുക, പിന്തിച്ച് ജം ആക്കുക. അല്ലെങ്കിൽ അസറിനെ ലുഹറിൻ്റെ സമയത്ത് നിർവഹിക്കുക, മുന്തിച്ച് ജം ആക്കുക. അപ്പോൾ ലുഹറും അസറും നമുക്ക് ജം ആക്കാൻ പറ്റുന്ന നിസ്കാരമാണ്. അപ്പോൾ ഒന്നിരിക്കൽ ലുഹറിൻ്റെ സമയത്ത് ലുഹറും അസറും നിസ്കരിക്കാം, അല്ലെങ്കിൽ അസറിൻ്റെ സമയത്ത് ലുഹറും അസറും നിസ്കരിക്കാം. ഇനി വേറൊരു ജം ആക്കുന്ന രീതിയുണ്ട്. അതായത് വേറൊരു നിസ്കാരത്തെയും നമുക്ക് ജം ആക്കാൻ പറ്റും. അതായത് മഗ്രിബിനെയും ഇശായിനെയും. അപ്പോൾ മഗ്രിബും ഇശാവും ജം ആക്കാൻ പറ്റുന്ന നിസ്കാരങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഗ്രിബിൻ്റെ സമയത്ത് നമുക്ക് മഗ്രിബും ഇശാവും നിസ്കരിക്കാം, അല്ലെങ്കിൽ ഇശായിൻ്റെ സമയത്ത് മഗ്രിബും ഇശാവും നിസ്കരിക്കാം. ഇത് ജം ആക്കാൻ പറ്റുന്ന നിസ്കാരമാണ്. സുബ്ഹി നിസ്കാരം ജം ആക്കാൻ പറ്റൂല. സുബ്ഹി ഇശായിനോടോ ലുഹറിനോടോ ജം ആക്കാൻ പറ്റൂല. ആവശ്യം നമ്മൾ മനസ്സിലാക്കാം. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വിഷയം, അസറും മഗ്രിബും ജം ആക്കാൻ പറ്റൂല. അതായത് അസറിൻ്റെ സമയത്ത് അസറും മഗ്രിബും നിസ്കരിക്കുക, അല്ലെങ്കിൽ മഗ്രിബിൻ്റെ സമയത്ത് മഗ്രിബും അസറും നിസ്കരിക്കുക. ആ ഒരു രീതി സ്വീകരിക്കാനും പറ്റൂല. അപ്പോൾ ജം ആക്കാൻ പറ്റുന്ന നിസ്കാരങ്ങൾ ഒന്ന് ലുഹറും അസറാണ്, മറ്റൊന്ന് മഗ്രിബും ഇശാവുമാണ്. ആവശ്യം മനസ്സിലാക്കാം. ഇനി ഖസർ എന്ന് പറഞ്ഞാൽ 4 റക്കാത്തുള്ളൊരു നിസ്കാരത്തെ 2 റക്കാത്താക്കി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് ഖസർ എന്ന് പറയാം. ഇതിന് രൂപക്ക് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ലുഹർ നിസ്കാരം 4 റക്കാത്ത് നിസ്കാരമാണ്. അതിന് 2 റക്കാത്താക്കി നമുക്ക് നിസ്കരിക്കാം, അല്ലെങ്കിൽ അസറിന് 2 റക്കാത്താക്കി നിസ്കരിക്കാം, അല്ലെങ്കിൽ ഇഷായിന് 2 റക്കാത്താക്കി നിസ്കരിക്കാം. ഈ 3 നിസ്കാരങ്ങൾ നമുക്ക് കസറാക്കി നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ്.
മഗ്‌രിബ് നിസ്കാരം കസറാക്കി നിസ്കരിക്കാൻ പറ്റൂല. മഗ്‌രിബ് 3 തന്നെ നിസ്കരിക്കണം. സുബ്ഹി ഏതായാലും 2 റക്അത്ത് തന്നെയാണല്ലോ. അപ്പോൾ ജംഉം കസറൊന്നുമില്ലാത്ത നിസ്കാരമാണ് സുബ്ഹി നിസ്കാരം. ജംഉ പറ്റും, കസറ് പറ്റൂല. അങ്ങനെയുള്ള നിസ്കാരമാണ് മഗ്‌രിബ് നിസ്കാരം. ആവശ്യം നമ്മൾ മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഉദാഹരണ സഹിതം പറയാം. അപ്പോൾ കുറേ കൂടി കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു കോഴിക്കോട്ടേക്കുള്ള എൻ്റെ ഒരു യാത്ര, ഒരു ഉദാഹരണം. അപ്പോൾ ഞാൻ ഇന്ന് 12 മണിക്ക് കോഴിക്കോട്ടേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു യാത്ര തിരിക്കുകയാണ്. 1:30ക്കുള്ള ട്രെയിനിലാണ് ഞാൻ കയറുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ച് 1 മണിയാകുമ്പോൾ ഞാൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തും. അങ്ങനെയാകുമ്പോൾ അവിടുത്തെ സമീപത്തുള്ള പള്ളിയിൽ പോയി എനിക്ക് ലുഹുറും അസറും ഒന്നിച്ച് നിസ്കരിക്കാം. മാത്രമല്ല കസറാക്കുകയും ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ ആദ്യം ജംആക്കുന്ന രൂപം പറയാം. ആദ്യം ലുഹുർ ഞാൻ നിസ്കരിക്കുകയാണ്, ഉടനെ തന്നെ അസർ നിസ്കരിക്കുകയാണ്. അതായത് മുന്തിച്ച് ജംആക്കുന്ന രൂപമാണ് ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം സാധാരണ ലുഹുർ നിസ്കാരത്തിന് നിയത്ത് വെക്കുന്ന പോലെ നിയത്ത് വെച്ച് കൈകെട്ട ലുഹുർ എന്ന ഫറദ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. ഉസുല്ലി ഫറദ് ലുഹുരി നിയത്ത് പൂർണ്ണമാർത്ഥത്തിൽ തന്നെ നിയത്ത് വെക്കാം സാധാരണ വെക്കുന്ന പോലെ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി, മനസ്സിലാക്കി തരാൻ വേണ്ടി ഷോർട്ടായി വെക്കാൻ ലുഹുർ എന്ന ഫറദ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൂടെ തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടുക, സാധാരണ നിസ്കാരം നിർവഹിക്കുന്ന പോലെ നിസ്കരിക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ നിസ്കാരത്തിൻ്റെ ഇടയിൽ, ലുഹുർ നിസ്കാരത്തിൻ്റെ ഇടയിൽ, അതായത് ലുഹുർ നിസ്കാരം സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് ഞാൻ മനസ്സിൽ കരുതുക അസർ നിസ്കാരത്തെ മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുന്നു എന്നുള്ളത്. അസർ നിസ്കാരത്തെ ഞാൻ മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുന്നു എന്നുള്ളത് മനസ്സിൽ കരുതുക. അല്ലെങ്കിൽ അസറിനെ മുന്തിച്ച് ജംആക്കി നിസ്കരിക്കാൻ ഞാൻ കരുതി എന്നുള്ളത് ഞാൻ മനസ്സിൽ കരുതുക. എപ്പോഴാണ് കരുതേണ്ടത്? ലുഹുർ നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് കരുതേണ്ടത്, മനസ്സിലാണ് കരുതേണ്ടത്. ഇനി ഇങ്ങനെ കരുതുക എന്നുള്ളത് ഈ ലുഹുർ നിസ്കാരത്തിൻ്റെ ആദ്യ സമയത്ത് തന്നെ കരുതലാണ് നല്ലത്. ഇനി മാക്സിമം സലാം വീട്ടത്തിന് മുമ്പായിട്ട് കരുതണം. ഇനി ആദ്യ സമയത്ത് കരുതൽ തന്നെയാണ് നല്ലത്. ആവശ്യം നമ്മൾ മനസ്സിലാക്കാം. അങ്ങനെ അസർ നിസ്കാരത്തെ മുന്തിച്ച് ജംആക്കി നിസ്കരിക്കാൻ ഞാൻ കരുതി എന്ന് മനസ്സിൽ കരുതിയാൽ പിന്നെ ഈ ലുഹുർ നിസ്കാരം സലാം വിട്ടതിന് ശേഷം നമ്മൾ നേരെ ഉണരുക അസറിൻ്റെ സാധാരണ നിയത്ത് വെച്ചിട്ട്. അതായത് അസർ എന്ന ഫറദ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ സാധാരണ നിയത്ത് വെക്കുന്നത് പോലെ നമ്മൾ നിയത്ത് കരുതിയിട്ട് നമുക്ക് അസറും കൂടി നിസ്കരിക്കാം. സലാം വീട്ടിയ ഉടനെ തന്നെ അസറും കൂടി നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിച്ചാൽ എനിക്ക് അവിടെ ലുഹുർ നിസ്കാരം പൂർത്തിയായി, അസർ നിസ്കാരവും പൂർത്തിയായി. ആവശ്യം നമ്മൾ മനസ്സിലാക്കാം. ഇനി ഇവിടെ തന്നെ കസറാക്കുന്ന രൂപം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കസറാക്കുക എന്ന് വെച്ചാൽ 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 റക്അത്താക്കി ചുരുക്കി നിസ്കരിക്കുന്നതിനാണല്ലോ കസറാക്കുക എന്നുള്ള പറയുന്നത്. അപ്പോൾ കസറാക്കുമ്പോൾ നമ്മൾ എപ്പോഴും കരുതേണ്ടത്, ഒന്ന്, നമ്മൾ കസറാക്കുന്നു എന്ന് പ്രത്യേകം കരുതണം. അങ്ങനെയാകുമ്പോൾ ഉസുല്ലി ഫറദ് ലുഹുരി മഖ്സൂറത്തൻ, അതായത് ലുഹുർ എന്ന ഫറദ് നിസ്കാരം കസറായി ഞാൻ നിസ്കരിക്കുന്നു എന്നത് പ്രത്യേകം കരുതുക. അങ്ങനെ കരുതിയിട്ട് ഞാൻ നിസ്കരിക്കുകയാണെങ്കിൽ എനിക്ക് 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടാവുന്നതാണ്. ഇനി അത് കഴിഞ്ഞ് അസർ നിസ്കരിക്കുമ്പോൾ ഉസുല്ലി ഫറദ് അസരി മഖ്സൂറത്തൻ, അസർ എന്ന ഫറദ് നിസ്കാരം കസറായി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൂടെ നിസ്കരിക്കുകയാണെങ്കിൽ അസർ നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടാവുന്നതാണ്. ആവശ്യം മനസ്സിലാക്കാം. അപ്പോൾ ലുഹുറും അസറും ജംആക്കുന്ന രൂപവും മനസ്സിലായി, കസറാക്കുന്ന രൂപവും മനസ്സിലായി. ഇത് കൃത്യമായി മനസ്സിലാക്കണം. ഇതിൻ്റെ മറ്റു നിയമങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി ഞാൻ ലുഹുർ നിസ്കാരവും അസർ നിസ്കാരവും ഈ കാസർഗോഡ് നിസ്കരിക്കാതെ കോഴിക്കോട് എത്തിയതിന് ശേഷമാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് ട്രെയിൻ ഒരു 5:30 മണിക്കൊക്കെ ആകുമ്പോൾ കോഴിക്കോട് എത്തും. അതായത് അസറിൻ്റെ സമയത്താണ് നിസ്കരിക്കുന്നത്. അതായത് ഞാൻ ഈ നിസ്കാരത്തെ പിന്തിപ്പിക്കുകയാണ് എന്ന് വെക്കാം. എങ്കിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? അങ്ങനെ ആകുമ്പോൾ ഈ ലുഹുർ ബാങ്ക് കൊടുത്തതിന് ശേഷം, അതായത് ലുഹുർ നിസ്കാരം നോർമൽ നിർവഹിക്കേണ്ട സമയമുണ്ടല്ലോ, ലുഹുർ ബാങ്ക് കൊടുക്കുക. ആ ലുഹുർ ബാങ്ക് കൊടുത്തതിന് ശേഷം ഈ ലുഹുർ നിസ്കാരത്തെ അസറിലേക്ക് പിന്തിപ്പിച്ച് ജംആക്കി നിസ്കരിക്കുവാൻ ഞാൻ കരുതി എന്ന് ഞാൻ നിയത്ത് വെക്കാം. അതായത് ലുഹുർ നഫ്രദ് നിസ്കാരം അസറിലേക്ക് പിന്തിപ്പിച്ച് ജംആക്കി നിസ്കരിക്കുവാൻ ഞാൻ കരുതി എന്ന് ഞാൻ നിയത്ത് വെക്കാം. അത് നിസ്കാരത്തിനുള്ള ഘട്ടമൊന്നുമല്ല, ഈ സമയം നമ്മൾ യാത്ര പോകുന്ന ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ഞാൻ നിയത്ത് വെക്കാണ്. എന്താണ്? ലുഹുർ നഫ്രദ് നിസ്കാരം അസറിലേക്ക് പിന്തിപ്പിച്ച് ജംആക്കി നിസ്കരിക്കുവാൻ ഞാൻ കരുതി എന്ന് നമ്മൾ നിയത്ത് കരുതുക. ഇങ്ങനെ കരുതിയാൽ അസറിൻ്റെ സമയത്ത് നമുക്ക് ലുഹുറും അസറും നിസ്കരിക്കാം. ഇനി ഇങ്ങനെ കരുതിയാൽ വേറൊന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് അസറിൻ്റെ സമയത്ത് സൗകര്യം കിട്ടുമ്പോൾ ആദ്യം ലുഹുർ തന്നെ നിസ്കരിക്കാം. അപ്പോൾ ലുഹുർ എന്ന ഫറദ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. കസറാക്കാണെങ്കിൽ ഉസുല്ലി ഫറദ് ലുഹുരി മഖ്സൂറത്തൻ, ലുഹുർ എന്ന ഫറദ് നിസ്കാരം കസറായി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് ലുഹുർ 2 റക്അത്ത് നിസ്കരിക്കാം. ഇനി അസർ നിസ്കാരവും അസർ എന്ന ഫറദ് നിസ്കാരം കസറായി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അസറും 2 റക്അത്ത് നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിക്കുമ്പോൾ 2 നിസ്കാരം പൂർത്തിയായി. ഇനി കസർ എന്ന നിയത്ത് കരുതിയിട്ടില്ല എങ്കിൽ 4 റക്അത്ത് തന്നെ നിസ്കരിക്കാം. ആവശ്യം മനസ്സിലാക്കാം. അപ്പോൾ പിന്തിച്ച് ആക്കുന്ന രൂപം കൂടി മനസ്സിലായി. ഇനി ഇതേപോലെയാണ് മഗ്‌രിബും ഇശാവും. അപ്പോൾ മഗ്‌രിബിൻ്റെ സമയത്ത്
ആദ്യം മഗ്‌രിബ് നിസ്കരിച്ച് പിന്നെ ഇശായി നിസ്കരിക്കുകയാണെങ്കിൽ ആ മഗ്‌രിബ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഇശായിനെ മുന്തിജമാക്കി നിസ്കരിക്കാൻ കരുതി എന്നുള്ളത് മനസ്സിൽ കരുതുക. മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ ഇശായി നിസ്കരിക്കാം. ഇശായ് വേണമെങ്കിൽ കസറാക്കി നിസ്കരിക്കാം, മഗ്‌രിബ് കസറാക്കാൻ പറ്റൂല. ഇനി ഇതേപോലെ ഇശായിന്റെ സമയത്ത് മഗ്‌രിബും ഇശായി നിസ്കരിക്കുകയാണെങ്കിൽ ഈ മഗ്‌രിബ് നിസ്കാരം നിർവഹിക്കേണ്ട സമയമുണ്ടല്ലോ, ഈ മഗ്‌രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷം ആ സമയത്ത് കരുതുക മഗ്‌രിബ് നഫർ നിസ്കാരം ഇശായിലേക്ക് പിന്തിപ്പി ആക്കി നിസ്കരിക്കുവാൻ ഞാൻ കരുതി എന്നുള്ളത് ആ സമയത്ത് കരുതുക. എന്നിട്ട് ഇശായിന്റെ സമയമായപ്പോൾ ആദ്യം മഗ്‌രിബ് നിസ്കരിക്കുക, എന്നിട്ട് ഇശായി നിസ്കരിക്കുക, നോർമൽ നിയത്ത് വെച്ചിട്ട്. ആവശ്യം നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ കസർ എന്ന് നിയത്ത് വെച്ചാൽ നമുക്ക് ഇശായ് 2 റക്അത്ത് കരുതാ, 2 റക്അത്ത് നിസ്കരിച്ചാൽ മതിയാവുന്നതാണ്. കസർ എന്ന് പ്രത്യേകം കരുതിയാൽ ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കസറാക്കി നിസ്കരിക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പൂർണ്ണമായി നിസ്കരിക്കുന്ന ഒരു ഇമാമിനെ തുടർന്ന് നമ്മൾ നിസ്കരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒരു യാത്രയിലാണ്, ഒരു പള്ളിയിൽ പോയി നിസ്കരിക്കുകയാണ്, അവിടെ ഒരു ജമാഅത്ത് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പൂർണ്ണമായി തന്നെ നിസ്കരിച്ചിരിക്കണം. അല്ല കസറാണെങ്കിൽ വേറെ തന്നെ നമ്മൾ നിസ്കരിച്ചിരിക്കണം. പൂർണ്ണമായി നിസ്കരിക്കുന്ന ഒരു ഇമാമിനെ തുടർന്ന് ഒരാൾക്ക് കസറാക്കി നിസ്കരിക്കാൻ പറ്റൂല. ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ജംഉം കസറും ആക്കുന്നതിൻ്റെ ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിഷയമുണ്ട്, കൃത്യമായി ശ്രദ്ധിക്കുക. ഇവിടെ കുറച്ച് പാലിക്കേണ്ട നിയമങ്ങൾ ഞാൻ നിങ്ങൾ കൃത്യമായി പറഞ്ഞു തരികയാണ്. അപ്പോൾ മുന്തിച്ച് ജം ആക്കുന്ന രൂപമുണ്ട്, പിന്തിച്ച് ജം ആക്കുന്ന രൂപമുണ്ട്. മുന്തിച്ച് ജം ആക്കാന്ന് വെച്ചാൽ എന്താണ്? ലുഹുറിന്റെ സമയത്ത് ലുഹുറും അസറും നിസ്കരിക്കുക, അല്ലെങ്കിൽ മഗ്‌രിബിന്റെ സമയത്ത് മഗ്‌രിബും ഇശാവും നിസ്കരിക്കുക. ഇതാണ് മുന്തിച്ച് ജം ആക്കുക. ഇനി ഇത് പറയുമ്പോൾ വേറൊരു വിഷയം ഞാൻ നിങ്ങളോട് പറയാം, ജുമുഅന്റെ ദിവസം എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഒരാൾ ജുമുഅ നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ അസറിനെ മുന്തിച്ച് ജം ആക്കുന്നു എന്ന് കരുതിയിട്ട് ജുമുഅ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഹസറും കൂടി നിസ്കരിക്കാം. ആ രൂപം സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ജുമുഅ ഇമാമിനെ തുടർന്ന് 2 റക്അത്ത് നിസ്കരിക്കും ജുമുഅ നിസ്കാരം. അതിന് ആ സമയത്ത് ജുമുഅ നിസ്കാരത്തിൻ്റെ ഇടയിലായിട്ട് അസറിനെ മുന്തിച്ച് ജം ആക്കി നിസ്കരിക്കാൻ ഞാൻ കരുതി എന്നുള്ളത് മനസ്സിൽ കരുതിയിട്ട് ആ ജുമുഅ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ നമുക്ക് അസർ നിസ്കരിക്കാവുന്നതാണ്. ആവശ്യം മനസ്സിലാക്കാം. ഇനി ഏതായാലും ഈ ജുമുഅനെ പിന്തിപ്പിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ജുമുഅ നമ്മൾ ജമാഅത്തായിട്ടും അതേപോലെ തന്നെ അതിൻ്റെതായ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നിസ്കരിക്കേണ്ട നിസ്കാരമാണല്ലോ. ആവശ്യം നമ്മൾ മനസ്സിലാക്കാം. ഇനി യാത്രക്കാരനാണ്, ജുമുഅ ദിവസം ഒരാൾക്ക് തീരെ ജുമുഅ നിസ്കരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരു ഘട്ടമൊക്കെ വരികയാണെങ്കിൽ അവനിക്ക് ആ സമയത്ത് ളുഹുർ നിസ്കരിക്കേണ്ടി വരും. ആവശ്യം മനസ്സിലാക്കാം. ഇനി നിസ്കാരം ജം ആക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് വിഷയങ്ങളാണ് പറയുന്നത്. ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരുന്നത് മുന്തിച്ച് ജം ആക്കുമ്പോൾ, മുന്തിച്ച് ജം ആക്കാന്ന് വെച്ചാൽ ളുഹുറിന്റെ സമയത്ത് ളുഹുറും അസ്റും നിസ്കരിക്കുക, അല്ലെങ്കിൽ മഗ്‌രിബിന്റെ സമയത്ത് മഗ്‌രിബും ഇശായും നിസ്കരിക്കുക. ഈ രൂപമാണല്ലോ മുന്തിച്ച് ജം ആക്കുന്നത്. ഈ മുന്തിച്ച് ജം ആക്കുമ്പോൾ അവിടെ നമ്മൾ 5 നിയമങ്ങൾ പാലിച്ചിരിക്കണം. ഒന്നാമത്തെ നിസ്കാരത്തിൽ രണ്ടാമത്തെ നിസ്കാരത്തെ ജം ആക്കുന്നു എന്ന് കരുതണം. അത് നമ്മൾ ആദ്യം കരുതി. ളുഹുർ നിസ്കരിക്കും, ളുഹുറിൽ അസറിനെ ജം ആക്കുന്നു എന്ന് കരുതി, അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കാരത്തിൽ ഇശായിനെ മുന്തിച്ച് ജം ആക്കുന്നു എന്ന് നമ്മൾ കരുതി. ഒന്നാമത്തെ നിസ്കാരത്തിൽ രണ്ടാമത്തെ നിസ്കാരത്തെ ജം ആക്കുന്നു എന്ന് കരുതണം. ഇത് നിസ്കാരത്തിന്റെ ആ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ, തുടക്കത്തിൽ തന്നെ കരുതലാണ് നല്ലത്. ആവശ്യം നമ്മൾ മനസ്സിലാക്കാം. രണ്ടാമത്തെ ഷർത്ത് എന്ന് വെച്ചാൽ തർത്തീബ്. അപ്പോൾ ളുഹുറും അസറും ജം ആക്കുന്ന ഘട്ടത്തിൽ ആദ്യം ളുഹുർ നിസ്കരിച്ചിരിക്കണം, പിന്നെ അസർ നിസ്കരിച്ചിരിക്കണം. ഈ തർത്തീബ് വേണം. മൂന്നാമത്തെ ഘട്ടം എന്ന് വെച്ചാൽ അൽ വിലാവ്. വിലാവ് എന്ന് വെച്ചാൽ തുടർച്ച. അതായത് ളുഹുർ നിസ്കാരം കഴിഞ്ഞ് ഓവർ ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ തന്നെ അസർ നമ്മൾ നിസ്കരിച്ചിരിക്കണം. അപ്പോൾ ളുഹുർ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇക്കാമത്ത് വിളിക്കുകയാണെങ്കിൽ ഇക്കാമത്തും കൂടി വിളിച്ച് നമ്മൾ അസർ നിസ്കരിച്ചിരിക്കണം. അതേപോലെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ ഇശാ നിസ്കരിച്ചിരിക്കണം. അതായത് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇക്കാമത്ത് വിളിക്കുകയാണെങ്കിൽ ഇക്കാമത്തും കൂടി വിളിച്ച് നമ്മൾ ഇശാ നിസ്കരിച്ചിരിക്കണം. അവിടെ ഓവർ ഗ്യാപ്പ് പാടില്ല, വിലാവ് തുടർച്ച വേണം. ഇനി അതേപോലെ തന്നെ വേറൊരു ഷർത്താണ്, രണ്ടാമത്തെ നിസ്കാരം അവസാനിക്കുന്നതുവരെ യാത്രയിലായിരിക്കണം. അതായത് നമ്മൾ രണ്ടാമത്തെ നിസ്കാരം അവസാനിക്കുന്നതുവരെ യാത്രയിൽ തന്നെയായിട്ട് തുടരാം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു മോഡലൊക്കെ വെച്ച് നോക്കി മിക്കവാറും യാത്രയിൽ തന്നെയായിരിക്കും. ഈ രണ്ടാമത്തെ നിസ്കാരം അവസാനിക്കുന്നവരെ, രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ സമയമല്ല, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. രണ്ടാമത്തെ നിസ്കാരം അവസാനിക്കുന്നവരെ യാത്രയിലായിരിക്കണം. അപ്പം നമ്മൾ ഒരു യാത്ര വഴി മധ്യ ഒരു പള്ളിയിൽ കയറിയിട്ടൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ നിസ്കാരം അവിടെ അവസാനിപ്പിച്ചിട്ടാണല്ലോ നമ്മൾ വരാം. അങ്ങനെയാകുമ്പോൾ അവിടെ യാത്രയിലായിരിക്കെ തന്നെ നമ്മളുടെ രണ്ടാമത്തെ നിസ്കാരം അവിടെ അവസാനിച്ചു. ആവശ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഷർത്ത് അവിടെ പാലിക്കപ്പെടുന്നതാണ്. ഇനി അഞ്ചാമത്തെ വിഷയം എന്ന് വെച്ചാൽ അഞ്ചാമത്തെ ഷർത്ത് എന്ന് വെച്ചാൽ ഒന്നാമത്തെ നിസ്കാരം നമ്മുടെ ഭാവനയിൽ ശരിയായിരിക്കണം. അതായത് ഒരാൾ ളുഹുറും അസറും നിസ്കരിക്കുകയാണ്. അപ്പോൾ അസറിനെ മുന്തിച്ച് ജം ആക്കി നിസ്കരിക്കുകയാണ് ളുഹുറിന്റെ സമയത്ത്. അങ്ങനെയാകുമ്പോൾ ളുഹുർ നിസ്കാരം അവന്റെ ഭാവനയിൽ ശരിയായിരിക്കണം. അപ്പോൾ ളുഹുർ നിസ്കാരം ശരിയായാലേ അസറും പറ്റുള്ളൂ. ആവശ്യം മനസ്സിലാക്കണം. അപ്പോൾ ളുഹുർ നിസ്കാരം ശരിയായിട്ടുണ്ട് എന്നുള്ളത് അവന്റെ ഭാവനയിൽ ഉണ്ടാവണം. അവന്റെ ഭാവനയിൽ, അവന്റെ തന്നിൽ എൻ്റെ ളുഹുർ നിസ്കാരം ശരിയായിട്ടുണ്ട് എന്നുള്ള വിശ്വാസം വേണം. ആവശ്യം മനസ്സിലാക്കാം. ഇനി പിന്തിച്ച് ജം ആക്കുമ്പോൾ, പിന്തിച്ച് ജം ആക്കാന്ന് വെച്ചാൽ അസറിന്റെ സമയത്ത് ളുഹുർ നിസ്കരിക്കുക, അതേപോലെ ഇശായിന്റെ സമയത്ത് മഗ്‌രിബ് ഇശാ നിസ്കരിക്കുക. ഇതാണല്ലോ പിന്തിച്ച് ജം ആക്കുന്നത്. അസറിന്റെ സമയത്ത് ളുഹുറും അസറും, അതേപോലെ ഇശായിന്റെ സമയത്ത് മഗ്‌രിബ് ഇശാവും.
ഇങ്ങനെ പിന്തി ജം ആക്കുമ്പോൾ അവിടെ 2 ഷർത്തുകൾ പാലിച്ചിരിക്കണം. ഒന്നാമത്തെ ഷർത്ത് എന്ന് വെച്ചാൽ കൃത്യമായി മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ നിസ്കാരത്തിന്റെ സമയത്ത് ഇതിനെ ഞാൻ പിന്തി ജം ആക്കുന്നു എന്ന് പ്രത്യേകം കരുതണം. അപ്പോൾ ളുഹറിന്റെ സമയത്ത് ളുഹർ നഫർ നിസ്കാരം അസ്റിലേക്ക് പിന്തിപ്പി ജം ആക്കി നിസ്കരിക്കുവാൻ ഞാൻ കരുതി എന്ന് കരുതണം. മഗ്‌രിബിന്റെ സമയത്ത് മഗ്‌രിബ് നഫർ നിസ്കാരം ഇശായിലേക്ക് പിന്തിപ്പിച്ച് ജം ആക്കി നിസ്കരിക്കുവാൻ ഞാൻ കരുതിയെന്ന് കരുതണം. അതായത് ഒന്നാമത്തെ നിസ്കാരത്തിന്റെ സമയത്ത് അതിനെ ജം ആക്കുന്നു എന്നുള്ള നിയത്തുണ്ടായിരിക്കണം. ആവശ്യം മനസ്സിലാക്കാം. രണ്ടാമത്തെ ഷർത്ത് എന്ന് വെച്ചാൽ ഈ രണ്ടാമത്തതിൻ്റെ അവസാനം വരെ യാത്ര ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നമ്മളിങ്ങനെ പള്ളിയിലൊക്കെ കയറി വന്ന് നിസ്കരിക്കുമ്പോൾ ഏതായാലും ഈ ഒരു ഷർത്തും ഇവിടെ പാലിക്കപ്പെടുന്നതാണ്. ഏതായാലും ആ നിയത്ത് കരുതുന്ന വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ പിന്തിച്ച് ജം ആക്കുമ്പോൾ ഈ തുടർച്ച ഉണ്ടാവുക, അതേപോലെ തർത്തീബ് ഉണ്ടാവുക, ഇതൊന്നും ഷർത്തുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ അസറിൻ്റെ സമയത്ത് ളുഹറും അസറും നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യം അസർ നിസ്കരിച്ച് രണ്ടാമത് ളുഹർ നിസ്കരിച്ചാലും ശരിയാകും. പക്ഷെ നല്ലത് ആദ്യം ളുഹർ നിസ്കരിച്ച് പിന്നെ അസർ നിസ്കരിക്കൽ തന്നെയാണ്. അതേപോലെ ആദ്യം ഒരു നിസ്കാരം നിസ്കരിച്ച് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിട്ട് രണ്ടാമത്തെ നിസ്കാരം നിസ്കരിച്ചാലും ശരിയാകും. പക്ഷെ അങ്ങനെ ഓവർ ഗ്യാപ്പില്ലാതിരിക്കൽ തന്നെയാണ് പിന്തിച്ച് ജം ആക്കുന്നിടത്തും നല്ലത്. ആവശ്യം കൂടി നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം ളുഹർ നിസ്കരിച്ച് ഗ്യാപ്പൊന്നും ഇല്ലാതെ തന്നെ അസർ നിസ്കരിക്കാം. ഈ രൂപം തന്നെ സ്വീകരിക്കലാണ് പിന്തിച്ച് ജം ആക്കുന്നിടത്തും നല്ലത്. ആവശ്യം കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ രൂപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഈ ട്രെയിനിലും ബസ്സിലും ഫ്ലൈറ്റിലൊക്കെ നമ്മൾ എങ്ങനെ നിസ്കരിക്കണം എന്നുള്ള വിഷയമാണ്. കൃത്യമായി ശ്രദ്ധിച്ചു കേട്ടിരിക്കുക. അപ്പോൾ നിസ്കരിക്കുന്ന രൂപം നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ നമ്മുടെ സ്വന്തം വാഹനത്തിൽ യാത്ര പോകുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിസ്കരിക്കാൻ സൗകര്യങ്ങൾ കിട്ടും. ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇതുപോലെ നിസ്കാരം നിർവഹിക്കാം. ജമ്മു കസറൊക്കെ ആക്കിയിട്ട് കൃത്യമായി മനസ്സിലാക്കുക, കൃത്യമായി നമ്മൾ നിസ്കാരം നിർവഹിക്കാം. ഇനി ട്രെയിനിലൊക്കെ നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്ക് അവിടെ ഉളൂ ചെയ്യാൻ പറ്റും. ഇനി ബസ്സിലാണെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് ഏത് യാത്ര പോവുകയാണെങ്കിലും ഉളൂടെ കൂടെ തന്നെ പുറപ്പെടാൻ ശ്രമം നടത്താം. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര പോകുമ്പോൾ നമുക്ക് ട്രെയിനിലൊന്നും പൂർണ്ണമായി നിസ്കരിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ബസ്സിലും പൂർണ്ണമായി നിസ്കരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവിടെയുള്ള സൗകര്യത്തിൽ എങ്ങനെയാണോ നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്നത് അതുപോലെ നിസ്കരിക്കാം. ചിലപ്പോൾ ഇങ്ങനെ നോർമൽ ഇരുന്നിട്ടായിരിക്കും, ചിലപ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് കൃത്യമായി സുജൂദൊക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിസ്കരിക്കാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ എങ്ങനെയാണോ നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ആ രൂപത്തിൽ അതേപോലെ നമ്മൾ നിസ്കരിക്കാം. എന്നിട്ട് നമ്മൾ ആ നിസ്കാരത്തെ മടക്കി നിസ്കരിക്കുകയാണ് വേണ്ടത്. കിബില മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായ രൂപത്തിൽ നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതേ നിസ്കാരത്തെ വീണ്ടും നമുക്ക് സൗകര്യമായ സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അജ്മീറിലേക്ക് സിയാറത്തിന് പോകുന്ന വ്യക്തി ഇങ്ങനെ ട്രെയിനിൽ 2 ദിവസം ഏകദേശം ഉണ്ടാവും. ആ സമയത്ത് ട്രെയിനിൽ ഇങ്ങനെ പറ്റുന്ന പോലെ ഒപ്പിച്ച് നിസ്കരിച്ച് എനിക്ക് പൂർണ്ണമായി നിസ്കരിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ നിസ്കരിച്ച് അജ്മീറിലെത്തിയപ്പോൾ ഒന്നും കൂടി ഈ നിസ്കാരത്തെ കൃത്യമായി നിസ്കരിച്ചാൽ മതി. അങ്ങനെ നിസ്കരിക്കുമ്പോൾ യാത്രയിലായി തന്നെ നമ്മൾ നിസ്കാരത്തെ മടക്കുകയാണെങ്കിൽ, അതായത് ഒരു 2 ദിവസം അജ്മീറിൽ താമസിച്ച് തിരിച്ചു പോരാണ്, അപ്പോൾ യാത്രയിൽ തന്നെയാണല്ലോ. അപ്പോൾ യാത്രയിലായി തന്നെ നമ്മൾ നിസ്കാരം മടക്കുകയാണെങ്കിൽ ഈ കസറാക്കി ചുരുക്കി നിസ്കരിക്കുന്ന നിസ്കാരം നമുക്ക് കസറാക്കി നിസ്കരിച്ചാൽ മതി. ആവശ്യം മനസ്സിലാക്കാം. ഇനി യാത്രയിലല്ല മടക്കുന്നത്, ഇനി വീട്ടിലൊക്കെ പോയിട്ട് എത്തിയിട്ടാണ് മടക്കി നിസ്കരിക്കുന്നതെങ്കിൽ അപ്പോൾ അവിടെ നമ്മൾ മുഴുവനായി നമ്മൾ നിസ്കരിക്കേണ്ടി വരും. ആവശ്യം മനസ്സിലാക്കുക. കസറാക്കാൻ പറ്റില്ല. യാത്രയിലായി തന്നെ നമ്മൾ മടക്കി നിസ്കരിക്കുമ്പോൾ കസറാക്കി നിസ്കരിച്ചാൽ മതി. ആ മടക്കി നിസ്കരിക്കുന്ന പറയുമ്പോൾ ഒന്നുമില്ല, ളുഹർ നിസ്കാരം ഒന്നുകൂടെ നമ്മൾ നിസ്കരിക്കുകയാണ് എന്നുള്ളതാണ്. നോർമൽ ഉസുല്ലി ഫറദ് ളുഹുരി എന്ന നിയത്ത് വെച്ച് നിസ്കരിക്കാം. ഇനി കസറാക്കണമെങ്കിൽ ഉസുല്ലി ഫറദ് ളുഹുരി മഖ്സൂറത്തൻ, ളുഹർ നിസ്കാരം കസറായി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നിസ്കരിക്കാൻ ആവശ്യം നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണോ നമുക്ക് ബസ്സിലും ട്രെയിനിലൊക്കെ യാത്ര സൗകര്യങ്ങളിൽ നിസ്കരിക്കാൻ പറ്റുന്ന ആ രൂപത്തിൽ നമ്മൾ നിസ്കരിക്കുക. എന്നിട്ട് നമ്മൾ പിന്നീട് ആ നിസ്കാരത്തെ മടക്കി നിസ്കരിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ നമ്മൾ നിസ്കരിക്കുന്നതിന് പ്രധാനപ്പെട്ട താല്പര്യം നിസ്കാരത്തെ അതാത് സമയങ്ങൾ മാനിച്ചുകൊണ്ട് കൃത്യമായി നമ്മൾ നിലനിർത്തണം എന്നുള്ളതാണ്. ആവശ്യം നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കാം. ഇനി സ്വന്തം വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൃത്യമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അതാത് സമയങ്ങളിൽ കൃത്യമായി നിസ്കരിക്കാൻ പറ്റിയെന്ന് വരും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്ലൈറ്റിലൂടെ യാത്ര ചെയ്യുമ്പോഴും ഇതേപോലെ സൗകര്യം നമുക്ക് എങ്ങനെയാണുള്ളത് അതുപോലെ മാനിച്ച് നമ്മൾ നിസ്കരിക്കുക. എന്നിട്ട് ഇതേ നിസ്കാരം നമുക്ക് സൗകര്യമുള്ളിടത്ത് എത്തിയപ്പോൾ ഒരിക്കൽ കൂടി കൃത്യമായി നിസ്കരിക്കുക. ഇങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഏകദേശ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നിസ്കാരം ജം ആക്കാൻ പറ്റും, അതേ സമയത്ത് കസറാക്കാൻ പറ്റൂല, അങ്ങനെയുള്ള നിസ്കാരം ഏതാണ്? ഉത്തരം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ മറ്റു അഭിപ്രായങ്ങളും സംശയങ്ങളും
എല്ലാം രേഖപ്പെടുത്താവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഒരിക്കൽ കൂടി ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.